റോമിലെ ചക്രവർത്തിയായിരുന്ന നീറോയുടെ കാലത്ത് അദ്ദേഹത്തിന് ചക്രവർത്തിയുടെ ഗുസ്തിക്കാർ എന്നറിയപ്പെട്ടിരുന്ന ഒരു ഉന്നത സൈനിക സംഘം ഉണ്ടായിരുന്നു. ഈ ആളുകൾ റോമൻ ആംഫിതിയേറ്ററിലെ ഏറ്റവും മികച്ച കായികതാരങ്ങളും റോമൻ സൈന്യത്തിലെ ഏറ്റവും ധീരരായ സൈനികരുമായിരുന്നു. തങ്ങളെ വെല്ലുവിളിച്ച എല്ലാവരോടും അവർ ചക്രവർത്തിക്കുവേണ്ടി മല്ലയുദ്ധം നടത്തി. ഓരോ മത്സരത്തിനു മുമ്പും അവർ ചക്രവർത്തിയുടെ സിംഹാസനത്തിനു മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും, ഞങ്ങൾ ഗുസ്തിക്കാർ, ചക്രവർത്തി, നിങ്ങൾക്ക് വിജയവും നിങ്ങളിൽ നിന്ന് വിജയിയുടെ കിരീടവും നേടിത്തരാൻ വേണ്ടി മല്ലിടുന്നു. ഒരു വർഷം മഞ്ഞുകാലത്തിന്റെ മധ്യത്തിൽ ഗൗളിൽ ഇന്നത്തെ ഫ്രാൻസ് ഒരു കലാപം നടന്നു. ചക്രവർത്തി തന്റെ ഗുസ്തിക്കാരെ വരുത്തി യുദ്ധം അവസാനിപ്പിക്കാൻ ഗൗളിലേക്ക് പോകാൻ പറഞ്ഞു. ഈ ധീരരായ ഗുസ്തിക്കാരുടെ സംഘം വെസ്പാസിയന്റെ നേതൃത്വത്തിൽ റോം വിട്ടു. ഗൗളിൽ ആയിരിക്കുമ്പോൾ ചക്രവർത്തിയുടെ ഗുസ്തിക്കാരിൽ പലരും ക്രിസ്ത്യാനികളായി മാറിയതായി റോമിലേക്ക് കിംവദന്തികൾ പരന്നു. ഈ വാർത്ത നീറോയിലെത്തിയപ്പോൾ അവൻ വെസ്പാസിയന് ഒരു സന്ദേശമയച്ചു, ഈ കൽപ്പന പുറപ്പെടുവിച്ചു: ക്രിസ്ത്യാനികളുടെ വിശ്വാസം മുറുകെ പിടിക്കുന്ന നിങ്ങളുടെ സൈനികരിൽ ആരെങ്കിലുമുണ്ടെങ്കിൽ അവർ മരിക്കണം. തണുത്തുറഞ്ഞ ശൈത്യകാലത്താണ് തന്റെ സൈനികർ ഗൗളിലെ തണുത്തുറഞ്ഞ തടാകത്തിന് സമീപം ക്യാമ്പ് ചെയ്തിരിക്കുമ്പോൾ വെസ്പാസിയന് സന്ദേശം ലഭിച്ചത്. വെസ്പാസിയൻ തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി ചോദിച്ചു, ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവൻ മുന്നോട്ടു പോകട്ടെ. 40 സൈനികർ തൽക്ഷണം 2 അടി മുന്നോട്ടു പോയി സല്യൂട്ട് ചെയ്തു. ശ്രദ്ധയിൽപ്പെട്ടു. വെസ്പാസിയൻ സ്തംഭിച്ചുപോയി. ഒരു ചുവടുവെപ്പും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ പറഞ്ഞു, സൂര്യൻ അസ്തമിക്കും വരെ ഞാൻ നിനക്ക് സമയം തരാം, നിന്റെ വിശ്വാസം ത്യജിക്കുവാനും നിഷേധിക്കുവാനും. സൂര്യാസ്തമയ സമയത്ത് പട്ടാളക്കാർ വീണ്ടും ഒത്തുകൂടി. വെസ്പാസിയൻ ചോദിച്ചു, ആരാണ് ഇപ്പോഴും ക്രിസ്ത്യൻ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്നത്? അത് മരണമാണെങ്കിലും. വീണ്ടും 40 പട്ടാളക്കാർ മുന്നോട്ടുപോയി ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ വിശ്വാസം നിഷേധിക്കാൻ വെസ്പാസിയൻ അവരോട് അപേക്ഷിച്ചു. എന്നാൽ ഒരു സൈനികനും ക്രിസ്തുവിനെ നിഷേധിക്കില്ല. താൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത, ഒരുമിച്ചു തോളോടുതോൾ ചേർന്ന് പോരാടിയ ഈ മനുഷ്യരെ അവരുടെ സഹഗുസ്തിക്കാരുടെ കൈകളാൽ മരിക്കാൻ വെസ്പാസിയൻ ആഗ്രഹിച്ചില്ല. അതിനാൽ അവൻ അവരെ നഗ്നരാക്കി. വെസ്പാസിയൻ മനസ്സില്ലാമനസ്സോടെ പറഞ്ഞു, ചക്രവർത്തിയുടെ കൽപ്പന അനുസരിക്കണം. അതിനാൽ നിങ്ങൾ മരവിച്ചു മരിക്കുന്നതുവരെ ശീതീകരിച്ച തടാകത്തിൽ വേറിട്ടു നിൽക്കണം. നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്താൽ തീ കരയിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. തീയുടെ അഭയകേന്ദ്രത്തിലേക്ക് മടങ്ങുന്നതിലൂടെ നിങ്ങൾ ക്രിസ്തുവിനെ അപലപിക്കുകയും നിങ്ങൾ ജീവിക്കുകയും ചെയ്യും. 40 പട്ടാളക്കാർ തങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി 10 വീതമുള്ള 4 നിരകളായി വീണു. മരവിച്ച തടാകത്തിന്റെ മധ്യഭാഗത്തേക്ക് അവരുടെ മരണത്തിലേക്ക് നീങ്ങി. പക്ഷേ അവർ മഞ്ഞുപാളികളിലേക്ക് നീങ്ങുമ്പോൾ 40 ഗുസ്തിക്കാർ, കർത്താവേ, നിനക്കായി ഗുസ്തി പിടിക്കുന്നു, നിനക്ക് വിജയവും നിന്നിൽ നിന്ന് വിജയിയുടെ കിരീടവും നേടിത്തരാൻ. രാത്രി മുഴുവൻ വെസ്പാസിയൻ തന്റെ ക്യാമ്പ് ഫയറിന് സമീപം നിൽക്കുകയും ധീരരായ ആ 40 ഗുസ്തിക്കാർ മഞ്ഞുപാളികളിൽ പതിയെ പതിയെ കീഴടങ്ങുന്നത് വീക്ഷിക്കുകയും ചെയ്തു. അവർ കൂടുതൽ ദുർബലരാകുമ്പോൾ അവരുടെ മന്ത്രോച്ചാരണങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്നു. 40 ഗുസ്തിക്കാരെ, ക്രിസ്തുവേ, നിനക്ക് വിജയവും നിന്നിൽ നിന്ന് വിജയിയുടെ കിരീടവും നേടിത്തരാൻ വേണ്ടി മല്ലിടുന്നു. പ്രഭാതം അടുത്തപ്പോൾ ഒരു ഗുസ്തിക്കാരൻ തണുത്തുറഞ്ഞ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഹിമത്തിൽ നിന്ന് നടന്ന് തീയുടെ അരികിലെത്തി ക്രിസ്തുവിനെ ത്യജിച്ചു. 39 ഗുസ്തിക്കാരെ, ക്രിസ്തുവേ, നിനക്ക് വിജയവും നിങ്ങളിൽ നിന്ന് വിജയിയുടെ കിരീടവും നേടിത്തരാൻ വേണ്ടി ഗുസ്തി പിടിക്കുന്നു എന്ന് തണുത്തുറഞ്ഞ തടാകത്തിൽ നിന്ന് വെസ്പാസിയന് അവ്യക്തമായി കേൾക്കാമായിരുന്നു. വെസ്പാസിയൻ രാത്രി മുഴുവനും തീയുടെ അരികിൽ നിന്നു ഈ ക്രിസ്ത്യാനിയായികളുടെ വിശ്വാസവും ത്യാഗവും നേരിട്ടു. ദൈവം അവന്റെ ഹൃദയത്തെ സ്പർശിച്ചു. വെസ്പാസിയൻ തന്റെ മേലങ്കിയും ഹെൽമറ്റും കവചവും മെല്ലെ അഴിച്ചുമാറ്റി ശാന്തമായി തണുത്തുറഞ്ഞ തടാകത്തിലേക്ക് ഇറങ്ങി തന്റെ ആളുകളുമായി ചേർന്നു. അവൻ നടന്നു. 40 ഗുസ്തിക്കാരെ, ക്രിസ്തുവേ, നിനക്കുവേണ്ടി ഗുസ്തി പിടിക്കുന്നു, നിനക്കും വിജയത്തിനും വേണ്ടി പോരാടുന്നു. നീ വിജയിയുടെ കിരീടം